വിശ്വാസികളെ, പരിശുദ്ധനായ മർക്കോസ് ഏവങ്കലിസ്ത എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കടലോരത്ത് പടകിലിരുന്ന് വിത്ത് വിതച്ചവൻ്റെ ഉപമ പറയുന്നതായി കാണാൻ സാധിക്കും. വിത്ത് ഒന്ന് തന്നെയാണ്, ദൈവവചനം. പക്ഷെ മണ്ണുകൾ വ്യത്യസ്തമാണ്. അതായത് നമ്മുടെ ഹൃദയങ്ങൾ. പൗരസ്ത്യ സഭയുടെ ആത്മീയ പാരമ്പര്യത്തിൽ ഈ ഉപമ ഏറെ ആഴമുള്ളതാണ്. കാരണം ഇത് വചന ശ്രവണത്തെക്കുറിച്ചുള്ള ഒരു പഠനം മാത്രമല്ല, ഹൃദയ പരിവർത്തനത്തിൻ്റെ വിളി കൂടിയാണ്. 4 ചിന്തകൾ ഈ വേദവാക്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1. വഴിയരികിലെ മണ്ണ്, കഠിന ഹൃദയം. വിത്ത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്നു തിന്നു. ഇത് ദൈവവചനം കേൾക്കുമ്പോൾ ഉടനെ മറക്കുന്നവരെ സൂചിപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നു, പക്ഷേ ഹൃദയം തുറക്കാത്തത് കൊണ്ട് കൃപ പ്രവേശിക്കുന്നില്ല. പരിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, ദൈവവചനം സ്വഭാവത്തിൽ ശക്തിയുള്ളതാണ്, പക്ഷെ അതിനെ സ്വീകരിക്കുന്ന ഹൃദയം കല്ലുപോലെയാകയാൽ ഫലം ഉണ്ടാകുകയില്ല എന്ന്. ഇന്ന് നാം ചോദിക്കണം, എൻ്റെ ഹൃദയം വഴിയരികിലെ കഠിനമായ കല്ലാണോ എന്ന്. 2. പാറ, ആഴമില്ലാത്ത വിശ്വാസം. വിത്ത് പാറയിൽ വീണു, വേഗം മുളച്ചു, സൂര്യൻ ഉദിച്ചപ്പോൾ വാടിപ്പോയി. ഇത് വികാരപരമായ ആഴമില്ലാത്ത വിശ്വാസമാണ്. സഭയിൽ ആവേശം ഉണ്ടാകാം, പക്ഷേ പരീക്ഷണം വന്നാൽ വീണുപോകും. വലിയമാർ ബസേലിയോസ് ഇപ്രകാരം ഉപദേശിക്കുന്നുണ്ട്, വേരില്ലാത്ത സസ്യം കാറ്റിനെ സഹിക്കില്ല. അതുപോലെ ആത്മീയ വേരുകളില്ലാത്ത ആത്മാവ് പരീക്ഷണങ്ങളെ താങ്ങുകയില്ല എന്ന്. പൗരസ്ത്യ ആത്മീയ ജീവിതത്തിൽ ഉപവാസം, പ്രാർത്ഥന, കുമ്പസാരം, വിശുദ്ധ കുർബാന അനുഭവം ഇവയാണ് വേരുകൾ, ആഴത്തിൽ നമ്മെ പോകുവാനായിട്ട് സഹായിക്കുന്ന വേരുകൾ. 3. മുള്ളുകളുള്ള മണ്ണ്, ലോക ചിന്തകൾ. വിത്ത് മുള്ളുകളിൽ വീണു, മുള്ളുകൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. യേശു വീണ്ടും ഇപ്രകാരം പറയുന്നുണ്ട്, ലോകചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, ഇഷ്ടങ്ങളുടെയും മോഹങ്ങളുടെയും സമ്മർദ്ദം ഇവ വചനത്തെ മൂടുന്നുവെന്ന്. പരിശുദ്ധനായ എഫ്രേം ദ സിറിയൻ ഇപ്രകാരം എഴുതുന്നുണ്ട്, ഹൃദയത്തിൽ മുള്ളുകൾ നിറഞ്ഞിരിക്കുമ്പോൾ കൃപയുടെ പൂക്കൾ വിരിയുകയില്ല എന്ന്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മുള്ളുകൾ എന്തൊക്കെയാണ്? അമിതമോഹം, സോഷ്യൽ അംഗീകാരങ്ങൾ, അമിതമായ ആഗ്രഹങ്ങൾ, ആത്മീയ കാര്യങ്ങളെ മാറ്റിവെക്കൽ. 4.